എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പെപ്ലം ടോപ്പ് ആണ്. പ്രിൻസസ് കട്ട് ആണ് നമ്മൾ മുകൾ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള പെപ്ലം ടോപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഓണത്തിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾ ഒത്തിരി ക്രോപ്പ് ടോപ്സ് കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു പെപ്ലം ടോപ്പ് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 1.5 മീറ്റർ അജ്രക്കിന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 43 ഇഞ്ചാണ്. 1 മീറ്റർ കോട്ടന്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിടുത്തുള്ള ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാന്ന് നോക്കാം. ഫ്രണ്ടിൽ നമ്മൾ പ്രിൻസസ് കട്ട് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാക്ക് പീസ് ആണ്. അത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ബാക്കിലെ പീസ് ഓപ്പൺ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഹൂക്ക് കൊടുക്കുകയാണ്. അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കുറച്ചിട്ടുള്ള ടോപ്പാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് ആണ് ചെയ്യുന്നത്. നല്ല ടൈറ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഷേപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിലായിരിക്കും ഇടാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക. അതുകൊണ്ടാണ് ബാക്കിൽ ഓപ്പണിംഗ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിബ് കൊടുക്കണമെങ്കിൽ സിബ് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇതുപോലെ 2 പീസ് ഇതേപോലെ ഓപ്പണിംഗ് ആയിട്ടുള്ള 2 പീസ് എനിക്ക് നേരെ പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്ന ക്രോപ്പ് ടോപ്പിന്, അതായത് നമ്മൾ ആദ്യം ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യും. അതിനുശേഷമാണ് താഴേക്ക് പ്ലീറ്റ്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ ക്രോപ്പ് ടോപ്പിനുള്ള ലെങ്ത് ആയിട്ട് 17 ഇഞ്ചാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 18 ഇഞ്ചിലാണ് ഇതേപോലെ മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. 18 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വരച്ചിട്ടുള്ള ലൈൻ കഴിഞ്ഞിട്ട് നമ്മുടെ അളവുകൾ മാർക്ക് ചെയ്യുക. നിങ്ങൾ ബാക്കിലെ നെക്ക് കുറച്ച് ഇറക്കിയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നിങ്ങൾക്ക് കുറച്ചെടുക്കാം. ആദ്യം ഞാൻ ബാക്കിലെ നെക്ക് ഇത്രയും ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവിൽ ഷോൾഡർ കട്ട് ചെയ്തത്. പക്ഷെ അതിന് ശേഷം ഞാൻ കുറച്ച് ഷോൾഡർ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ബാക്കിലെ നെക്ക് കുറച്ച് ഇറക്കിയതുകൊണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്, നിങ്ങൾ ബാക്കിലെ നെക്ക് കുറച്ച് അധികം, അതായത് സാധാരണ കൊടുക്കുന്നതിൽ നിന്ന് കുറച്ച് അധികം ഇറക്കം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡർ എടുക്കുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കുറച്ചെടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈൻ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അളവുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ഒന്ന് മൈൻഡിൽ വെക്കുക. ഞാൻ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നേരെ താഴോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴോട്ടേക്ക് ആം ഹോൾ ആയിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 9 ആണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് 13.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടേക്കുള്ള വേസ്റ്റ് വിഡ്ത്ത് 8 ഇഞ്ചാണ്. അവിടേക്ക് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ടം വിഡ്ത്ത് ആയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസിൽ ലൈനിങ് ഉള്ളതുകൊണ്ട് ലൈനിങ് തന്നെയാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. അപ്പൊ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സീം അലവൻസിന് വിട്ടിട്ടുള്ള ലൈൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിലെ നെക്കിൽ ഞാൻ ഒരു 6 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിലാണ് വരച്ചെടുത്തത്. ഞാൻ ആദ്യം ഇത്ര ഇറക്കം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇത്ര ഇറക്കം കൊടുത്തത്. പിന്നെ പോരാത്തിന് ഞാൻ കെട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ലൂസായിട്ടൊന്നും നിന്നിട്ടില്ല. നിങ്ങൾക്ക് അഥവാ അങ്ങനെ ലൂസായി പോകുന്ന ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഷോൾഡർ കുറച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അത്ര ഇറക്കം കൊടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ബാക്കിലെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യാം. ലൈനിങ് ഇതേപോലെ 2 മടക്കിയിട്ടിട്ടുണ്ട്. 2 മടക്കിയിടുന്ന സമയത്ത് സാധാരണ നമ്മൾ എടുക്കുന്ന വിഡ്ത്തിനേക്കാളും കുറച്ചധികം വിഡ്ത്ത് കൂട്ടിയെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ചധികം കൂട്ടിയെടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇനി ഫ്രണ്ടിലെ പീസ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കണക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലെ പീസ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് സീം അലവൻസ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈൻ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ആം ഹോളിന്റെ ഭാഗം ഒക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ എങ്ങനെയാണോ ബാക്ക് പീസിലെ അളവ് എന്ന് വെച്ചാൽ അതേപോലെ ഒന്ന് വരച്ചെടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം ഇപ്പൊ ഇരിക്കുന്ന സീം അലവൻസ് കഴിഞ്ഞിട്ട് ഒരു 1 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ ബാക്ക് പീസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് അളവിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഫ്രണ്ടിലെ പീസിലേക്ക് ആ ഫ്രണ്ടിലെ സെന്ററിൽ കൊടുക്കുന്ന പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് മാത്രം 1 ഇഞ്ചും കൂടി ഇതേപോലെ എക്സ്ട്രാ മാർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് അവസാനം എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചധികം മാർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇപ്പൊ ഇരിക്കുന്നത് ബാക്കിലെ ആം ഹോൾ ആണ്. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ട് കുഴിച്ചിട്ട് നമുക്ക് അതിനൊന്ന് ഫ്രണ്ടിലെ ആം ഹോൾ ആക്കണം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്
ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കോർണർ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ കോർണർ ഈ ഒരു ആം ഹോളിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴോട്ടേക്ക് എത്രയാണോ നിങ്ങളുടെ ബ്രസ്റ്റ് പോയിന്റ്, അതായത് നമ്മുടെ ബ്രസ്റ്റിന്റെ നിപ്പിൾ വരുന്ന ഭാഗം ഉണ്ടല്ലോ, സെന്റർ പോയിന്റ്, അതിലേക്കുള്ള അളവ് എടുക്കുക. അതിൽ നിന്നൊരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു മീഡിയം ടു ലാർജ് ഉള്ള ആൾക്കാർക്ക് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന അളവ് മതിയാവും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് വ്യത്യാസമാണല്ലോ, അപ്പൊ നിങ്ങൾ അളന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ ഇതേപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളോട്ടേക്ക് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ രണ്ട് ബ്രസ്റ്റുകൾ തമ്മിലുള്ള സെന്റർ പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ എനിക്ക് 3.5 ആണ് കിട്ടുന്നത്. അതിലേക്ക് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. സെയിം അതേപോലെ തന്നെ 4 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്കെയിൽ വെച്ച് വരയ്ക്കാതെ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഒരു കർവ് വരുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കുക. അതിനുശേഷം താഴേന്ന് നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ച് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ തന്നെ വരയ്ക്കുക. ഇതേപോലെ നമ്മൾ വരച്ച പ്രകാരം നമ്മൾ കട്ട് ചെയ്യും. ഈ 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത പീസ് നമുക്ക് വേണ്ട, അത് നമ്മൾ ഒഴിവാക്കും കേട്ടോ. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ സീം അലവൻസ് ആദ്യമേ കണക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ വെച്ചിട്ട് വേണം നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതല്ല പ്രിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രിന്റ് എങ്ങനെയാണോ വരുന്നത് അത് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ക്ലോത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിനുള്ള ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 12 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ സ്ലീവ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഫുൾ സ്ലീവ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ എന്നുള്ളത് നിങ്ങൾ 2 മീറ്റർ ആയിട്ട് എടുക്കണം കേട്ടോ. അല്ലാണ്ട് ചെറിയ സ്ലീവ് ചെയ്യാൻ 1.5 മീറ്റർ മതിയാവും. ഞാൻ ഇതേപോലെ 12 ഇഞ്ച് ലെങ്ത്തിലും 12 ഇഞ്ച് വിഡ്ത്തിലുമാണ് ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. സാധാരണ എനിക്ക് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 9.5 ഇഞ്ച് വിഡ്ത്ത് മതി. അതിലേക്ക് ബാക്കി 3.5 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കാന്ന് വിചാരിച്ചു സെന്ററിൽ. ജസ്റ്റ് പ്ലീറ്റ് പൊക്കിയൊന്നും മാർക്ക് ചെയ്യുന്നില്ല. അതായത് സാധാരണ നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് ആ പഫ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പൊങ്ങിയൊക്കെ പഫ് വരാൻ വേണ്ടി നമ്മളൊരു 3 ഇഞ്ചൊക്കെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുമായിട്ട് യോജിപ്പിച്ച് വരയ്ക്കാറുണ്ട്. അതുപോലെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ നോർമൽ ആം ഹോൾ വരയ്ക്കുന്ന പോലെ ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. സെന്ററിൽ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പീസ് മാത്രം വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അതിനും ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് സെന്ററിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നോർമൽ സ്ലീവ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് പൊങ്ങിയിട്ടുള്ള സ്ലീവ് ആണ് വേണ്ടത്, അതായത് പഫ് വന്നിട്ടുള്ള സ്ലീവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെയും വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് അതേപോലെ കട്ട് ചെയ്താൽ മതി. ബാക്കിൽ ഓൾറെഡി നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കുള്ള നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഫ്രണ്ടിലേക്ക് ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് 2 ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്, 6.5 ഇഞ്ചാണ് ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. കാരണം ഓൾറെഡി ബാക്കിലെ നെക്ക് കുറച്ച് ഇറക്കിയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലെ നെക്ക് ഓവർ ഇറക്കുന്നില്ല. ജസ്റ്റ് 6.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു വീനക്കാണ് വരയ്ക്കുന്നത്. സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരയ്ക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു വീനക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് എക്സ്ട്രാ പീസ് വെക്കുക. സെന്റർ മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലും കുറച്ച് ക്യാൻവാസ് പേപ്പർ വെക്കുക. സെന്ററിൽ ഒരു കട്ട് കൊടുക്കുക. ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ ചെയ്തെടുക്കുക. സൈഡ് വശങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ബാക്കിലെ പീസ് എടുത്തിട്ടുണ്ട്. ബാക്കിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ നെക്ക് ലൈനിങ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈൻ ലൈനിങ്ങിലുണ്ട്. നേരെ മുകളിലേക്ക് മെയിൻ ക്ലോത്തിലും ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ലൈൻ കഴിഞ്ഞിട്ട് 3 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. ആ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റ് തന്നെയാണോ നമ്മൾ വെച്ചിട്ടുള്ള ലൈനിങ്ങിന്റെ നെക്ക് ഇരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിനു ശേഷം ഹൂക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗം, അതായത് നമ്മൾ ബാക്കിൽ ഹൂക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹൂക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ലൈനിങ്ങിന്റെ ഉള്ളിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. അല്ലാണ്ട് ഹൂക്കും അയ്യും എങ്ങനെയാണ് രണ്ടും എക്സ്ട്രാ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോസ് എത്രയോ നമ്മൾ ഈ ഓണം സീരീസിനോട് അനുബന്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അല്ല വേണ്ടത്, നിങ്ങൾക്ക് വേറെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കുറച്ച് കട്ടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ചെയ്യാം കേട്ടോ. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊക്ക് കൊടുക്കുന്ന പീസ് മാത്രം താഴേന്ന് മുകളിലേക്ക് നമ്മൾ ഈ സീം അലവൻസ് മാർക്ക് ചെയ്ത ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ നെക്കിന്റെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക.
അതിനോടനുബന്ധിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ 2 ഡോറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഡോറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ഒത്തിരി വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർക്കാണെങ്കിൽ പോയി കാണാം ട്ടോ. ഇതേപോലെ മുകളിൽ നേരെ താഴോട്ടേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് ഞാൻ ഇതേപോലെ ഉള്ളിലൂടെ ഡോറി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഡോറിന്റെ ഭാഗം എത്തുമ്പോൾ അവിടെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് ഉള്ള പീസിൽ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. ആ സെന്ററിൽ ഓപ്പൺ ചെയ്ത പീസ് സ്റ്റിച്ച് ചെയ്യേണ്ട. കാരണം അത് നമ്മൾ ഹൂക്ക് കൊടുക്കുന്ന ഭാഗമാണ്. അത് നമുക്ക് എക്സ്ട്രാ പീസ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. കാരണം ആ ഒരു പീസ് പുറത്തേക്ക് വിസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതുകൊണ്ട് ആ ഭാഗത്ത് നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അവിടെ ഇതേപോലെ തന്നെ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഡോറി വെച്ച് കൊടുത്തിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. മറിച്ചിട്ട് പതിച്ചടിക്കുക. ഹൂക്ക് കൊടുക്കുന്ന പീസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിന്റെ ആ സെന്റർ നമ്മൾ ലൈനിങ്ങിന്റെ ഉള്ളിൽ തന്നെ ഹൈഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല വേറൊരു പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ ഒത്തിരി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ഐ കൊടുക്കുന്ന ഭാഗത്ത് എങ്ങനെയാണ് ഈ എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഒരു 3 ഇഞ്ച് വിടുത്തുള്ള പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ ചീത്ത ഭാഗത്ത് ഈ പീസിന്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ സീം അലവൻസിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നെക്ക് ഓൾറെഡി നമ്മൾ പതിച്ചടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ആ 1/2 ഇഞ്ചിലുള്ള ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് അവിടെ നിന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിന്റെ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹൂക്കിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്ത് പുറമേക്ക് എക്സ്ട്രാ പീസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ലൈനിങ്ങിന്റെ ഉള്ളിൽ തന്നെ ഹൈഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ഐ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1 ഇഞ്ച് വിടുത്തിൽ പീസ് പുറമേക്ക് വിസിബിൾ ആവുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്താലാണ് ഇതിങ്ങനെ കറക്റ്റ് ഇതിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടാവുക കേട്ടോ. അപ്പൊ നമ്മുടെ ബാക്ക് പീസിന്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫ്രണ്ടിലെ പീസ് എടുക്കാം. ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നമുക്ക് 3 പീസ് കിട്ടും. കാരണം നമ്മൾ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 3 പീസ് ലൈനിങ്ങും ഉണ്ടാവും. അപ്പൊ ഈ നല്ല മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൈനിങ് ആണ് കറക്റ്റ് അളവ്. അപ്പൊ ലൈനിങ്ങിന്റെ അളവ് പ്രകാരം സൈഡൊക്കെ ഒന്ന് റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ ഭാഗങ്ങളും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ലൈനിങ് ആണ് കറക്റ്റ് അളവ് എന്ന് പറഞ്ഞു. അപ്പൊ ആ അളവ് പ്രകാരം മെയിൻ ക്ലോത്തിലുള്ള എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. പ്രിൻസസ് കട്ട് മോഡലിൽ അല്ലാണ്ട് നോർമൽ രീതിയിലുള്ള പെപ്ലം ടോപ്പ് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോയും നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ക്രീനിൽ കാണുന്ന പോലെ സെന്റർ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സൈഡിലുള്ള പീസിന്റെ നല്ല വശം വെച്ചു കൊടുക്കുക. എങ്ങനെയാണോ നമ്മുടെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും അയ്യോ ഇത് എത്തുന്നില്ലല്ലോ എന്ന്. അപ്പൊ എത്തുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. ആ ക്ലോത്തിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കും കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ ഓവർലോക്ക് ഉള്ള മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഓവർലോക്കും കൂടി കൊടുത്തെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ സ്റ്റിച്ച് ചുളിവുകളൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കർവായിട്ട് വരുന്ന ഭാഗത്തുന്ന സമയത്ത് നിർത്തി 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 മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ചുളിവ് വീഴും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഫ്രണ്ടിലെ പീസിന്റെ സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുക. ആ സെന്ററിലേക്ക് നമ്മൾ അയൺ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുക. ക്യാൻവാസ് പേപ്പറിലുള്ള നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് മറിച്ചടിക്കുക. നമ്മളിപ്പോ ബാക്കിൽ നെക്ക് ചെയ്തില്ലേ, സെയിം മെത്തേഡ് ആണ്. ബാക്കിൽ ക്യാൻവാസ് പേപ്പർ ഇല്ലായിരുന്നു, ഇവിടെ ക്യാൻവാസ് പേപ്പർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഒപ്പം ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം. സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെന്ററിൽ കുറച്ച് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, സെന്ററിൽ നിന്ന് 2 സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമുക്ക് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടാവില്ല, ആ ക്ലോത്ത് സെന്ററിൽ കുറച്ച് പ്ലീറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 സ്ലീവ് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്ലീവിന്റെ താഴ്ഭാഗം മടക്കി തയ്ക്കുക. എന്നിട്ട് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് താഴെ വരുന്ന പ്ലീറ്റ്സ് വേറെ തന്നെയും ബാക്കിലേക്ക് വേറെ തന്നെയും കൊടുത്തതിന് ശേഷം അവസാനം സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് മോഡലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതോട് കൂടിയിട്ട് നിർത്താം. താഴ്ഭാഗം കൂടി മടക്കി തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം ഇതേപോലെ അളവ് പ്രകാരം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാവുക.
ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പ്ലീറ്റ്സ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എങ്ങനെയാ കട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. മെയിൻ ക്ലോത്ത് ഞാൻ ഇതേപോലെ 5.5 ഇഞ്ച് ലെങ്ത്തിൽ എത്രയാണോ വിഡ്ത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ വിഡ്ത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ക്ലോത്ത് വേണം. അപ്പൊ നമ്മൾ 1-2 പീസ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന പീസുകളൊക്കെ ഇതേപോലെ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് എടുക്കുക. ഈ 5 ഇഞ്ച് ലെങ്ത് തന്നെ കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ചെറിയ പ്ലീറ്റ്സ് മതി താഴെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾ ഒരു 8 ഇഞ്ചിൽ, ഇനിയിപ്പോൾ 8 ഇഞ്ച് വിടത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് അതിനെ മടക്കിയിട്ട് ഒരു 4 ഇഞ്ചിലേക്ക് ആക്കിയിട്ട് അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, 5 ഇഞ്ച് ലെങ്ത്തിൽ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് മെയിൻ ക്ലോത്തിൽ നിന്ന് ലൈനിങ് ഒരു 1/2 ഇഞ്ച് ലെങ്ത് കുറച്ചെടുത്തത് എന്നുള്ളത് പറയാം. അതിന് മുന്നേ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ചിട്ട് ഒരു സൈഡ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എത്രത്തോളം ക്ലോത്ത് എടുത്തിട്ടുണ്ടോ അത്രയും ക്ലോത്ത് മൊത്തത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ലൈനിങ് നല്ല വശത്തുനിന്ന് ചീത്ത ഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ട് ബാക്കി വരുന്ന 2 എഡ്ജും ഉണ്ടല്ലോ, അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ എഡ്ജും ലൈനിങ്ങിന്റെ എഡ്ജും ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ടന്റെ ലൈനിങ് ആണ് എടുത്തത്. മെയിൻ ക്ലോത്തിന്റെ അതേ അളവിൽ നമ്മൾ ലൈനിങ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞു. പിന്നെ 1-2 വാഷൊക്കെ കഴിയുമ്പോൾ ലൈനിങ് മെയിൻ ക്ലോത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ അതൊരു അഭംഗിയായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ബാക്കിൽ ഒരു പീസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ബാക്കിലുള്ള പീസുകൾ ഓൾറെഡി നമ്മൾ എല്ലാ രീതിയിലും സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ പീസ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കണം. അപ്പൊ ആദ്യം ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. കാരണം ബാക്കിൽ നമ്മൾ ഹൂക്കും കയ്യും കൊടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കൊടുത്തിട്ടുള്ള ആ പട്ടീന്റെ ഒരു വിഡ്ത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വിഡ്ത്ത് ഫോളോ ചെയ്യുന്ന രീതിയിൽ ഇത് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. മൊത്തമായിട്ട് റൗണ്ട് ചെയ്ത് പ്ലീറ്റ്സ് ഇടുക. എന്നിട്ട് ഓപ്പോസിറ്റ് എത്തുന്ന ഭാഗത്ത് എത്തുന്ന സമയത്ത് അവിടെ ക്ലോത്ത് ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ട് അവിടെ നന്നായിട്ട് ലോക്ക് ഇട്ടിട്ട് എൻഡ് ചെയ്ത് നിർത്തുക. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മുടെ പെപ്ലം ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രിൻസസ് കട്ട് മോഡലിൽ വന്നിട്ടുള്ള പെപ്ലം ടോപ്പ് ആണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെപ്ലം ടോപ്പ്. നമ്മളിവിടെ പ്രിൻസസ് കട്ട് മോഡലിലുള്ള പെപ്ലം ടോപ്പ് ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഹൂക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഹൂക്ക് ഒന്ന് കൊടുത്തെടുക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനൊരു സർക്കുലർ സ്കേർട്ടിന്റെ കൂടിയാണ് ഈ ഒരു ടോപ്പ് പെയർ ചെയ്തിരിക്കുന്നത്. സർക്കുലർ സ്കേർട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.